നമ്മൾക്ക് ഫുള്ള് ക്ലീനിങ്ങും പാത്രത്തിലാക്കണം പണിയൊക്കെ ഇട്ടൊന്ന്. അപ്പൊ ഞാൻ അധികം ദിവസമല്ലാത്ത കാരണേ ഓരോ പണികളാണ്. പണികളെ ഫുള്ള് പൂർത്തിയായിട്ടൊന്നുമില്ല. ആ ക്ലീനിങ്ങിന്റെ ഇടയിൽ കൂടെ ഈ പണിയൊക്കെ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ പണിയൊക്കെ അപ്പൂരാണ് പണ്ടേ ഇഷ്ടമാണ്. ഇങ്ങനെ പാക്കാക്കി മാവേലിയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കുപ്പിയിലാക്കണ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ഇഷ്ടമാണ്. ഇവിടെ കൊണ്ടുവന്ന ഞാനത് അച്ഛൻ നടത്ത് ഓനെ ഇത് കൈകാര്യം ചെയ്യും. ഇതൊക്കെ മാവേലിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. എല്ലാം ഉണ്ട് കേട്ടോ. കടലിന് 2 തരം ഉണ്ട്. 3 തരം കടലുണ്ട്. വെള്ളക്കടല, പച്ചക്കടല, ലഗീൻ പീസ്, പിന്നെ നിരക്കടല, വൻപയറ്, ചെറുപയറ്, മുതിര, പിന്നെന്താ ചൊളാണ്ടി, റാഗിയില്ലേ അത് ഞങ്ങൾ ചൊളാണ്ടി എന്നാട്ടോ പറയാ. പെരുജീരകം, ഉരുവ, കടുക്, അങ്ങനത്തെ സാധനങ്ങൾ നമ്മള് നല്ല അതിന് കടന്ന് വാങ്ങിയ പാത്രങ്ങളാണ് ഇട്ടത്. നല്ല ഉറപ്പുള്ള ഒരു പാത്രമാണ് കേട്ടോ. ചതുരത്തിൽ ഇങ്ങനെ വന്നിട്ട് അറിയില്ല. അന്ന് വാങ്ങി അന്ന് നമ്മളിത് കാണിച്ചത് ഇന്ന സാധനം വാങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ഇല്ലെങ്കിൽ അത് നല്ലൊരു പാത്രത്തിൽ കട്ടി അങ്ങനൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഫുള്ള് ഇവിടെ കഴിഞ്ഞു. ഇന്നലെ ഇവിടത്തെ ഫുള്ള് തട്ടലും കൊട്ടലും ഷോക്കേസും എല്ലാം കഴിഞ്ഞു. കമന്റ് 2 ആൾക്കാർ കോഴി ഒന്ന് ഫസ്റ്റ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു. ഇപ്പൊ കാണിച്ചു കൊടുക്കണ്ട കാരണം ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കി തരുന്നത് കാണിച്ചു തരാം. എന്തൊക്കെയാ കാട്ടുന്ന ആൾക്ക് ഇഞ്ചുണ്ടോ? ഞങ്ങളൊരാളെ പോലെ ഉണ്ട് കേട്ടോ അവിടെ. അതിന് ഒറ്റയ്ക്കാവുമ്പോഴാണ് ടെൻഷൻ കേട്ടോ. പക്ഷെ കൂട്ടത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അതിന്റെ വിളിക്കാം. ഓലിത് നോക്കോളൂ. ഓലിത് നോക്കോളൂ. ശരിയല്ല. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാണ് കേട്ടോ. ബീബീസ്. ഇത് വെറുതെ പൊഴിഞ്ഞു കൊടുത്താലും വാരി വാരി തിന്നും. ഒന്നും തിന്നാൻ പറ്റൂല. നമ്മളെ നെയിം ബോർഡ് ഒക്കെ ഉണ്ടെന്ന്. നെയിം ബോർഡ് വെക്കണം. നെയിം ബോർഡ് കണ്ടിട്ട് കുറെ ചോദിച്ചേന്ന് കേട്ടോ അതിന്. അപ്പൊ അതിന് ഡിസൈന് അനുസരിച്ചാവും അതിന്റെ റേറ്റ്. നമുക്ക് നമ്മളെ ഇതിന്റെ ഉള്ളിൽ അമ്മ ഇതിന്റെ ഉള്ളിലത്തേക്ക് എന്തായാലും പക്ഷെ റാക്കൊന്നും നല്ലോണം തട്ടി കൊട്ടുണ്ടാവും. ഇത് നിറച്ച് പൊടി കയറിയിട്ടുണ്ട് തോന്നുന്നു. ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ തട്ടി ഇതിൽ തട്ടിയിട്ട് ഫാനൊക്കെ കഴുകിയെല്ലാം വെള്ളത്തെ തുണി എടുത്ത് തുടച്ച് ഇതാക്കി. പൊടി കുറവാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. എല്ലാം ഫുൾ ടൈം അടച്ചെന്ന കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടിക്ക് കുറച്ച് കുറവുണ്ട് തോന്നണ്. കട്ടിലൊക്കെ പീസാക്കി മാറ്റി വെച്ചതാണ് കേട്ടോ. ഇത് യോജിപ്പിക്കണം. മറ്റേ കട്ടിലായിരുന്നു ഒന്നും ചെയ്ത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് മാറാനൊക്കെ പിടിച്ചിരുന്നു. എന്നാലും കുഴപ്പമില്ല, വലിയ ഇതൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടികൾ. വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ സമയം നമ്മള് പെരുന്നാളനുബന്ധിച്ച് നമ്മള് മാക്സി ഇറക്കുന്നുണ്ട്, ഷോൾ നൈറ്റ് ഇറക്കുന്നുണ്ട്. ഇനി കുറച്ച് കുർത്തി ഇവിടെ ഉണ്ട് കേട്ടോ കിടക്കണ്. ഈ ചാക്കിൽ കുറച്ച് കുർത്തി ചാക്കിൽ അങ്ങനെ കെട്ടി വെച്ചതാണ്. നമ്മളോട് ചോദിച്ചിരുന്നു ചുരിദാർ ഉണ്ടോ കുർത്തി ഉണ്ടോ. അല്ല ചുരിദാർ പറഞ്ഞാല് സെറ്റ് ആയിട്ടുള്ളത്. പിന്നെ കുർത്തി സാധാ നൈറ്റി ഒക്കെ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ നമ്മുടെ ഇത് പലചര കഴിയട്ടെ. പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കിന് കൊണ്ടുവരണം. എന്താണ് ഇതൊക്കെ നല്ല വൃത്തിയാക്കില്ലേ. ഇനി എന്താ ചുമരുമലൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ സ്വിച്ച് ഇടുമ്പോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓരോ ചളികൾ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തുടച്ചിട്ട് ചളിയൊക്കെ തുടച്ചിക്കാൻ പറ്റുന്ന പെയിന്റ് ആവുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിലൊക്കെ പണിയായിരുന്നു. കണ്ടോ സ്വിച്ച് ഇങ്ങനെ തട്ടുമ്പോ കയ്യിന്റെ ഇവിടെ തട്ടണം. നല്ല തുണിയല്ലേ. അപ്പൂസിന്റെ ട്രൗസറാണ്. ഇതിന്റെ മുകളിലുണ്ടോ ചളി കണ്ടൊക്കെ. മരുന്ന് ചീട്ടില്ല ആക്കൂല അവിടെ. മരുന്നും ബില്ലുമാണ്. ഇതവിടെയൊക്കെ ആ മുകളിലും തടച്ചില്ല. എന്നിട്ട് വേണം മാറാലുണ്ടായിക്കൂടെ. നമുക്ക് ഞാൻ കോണി കാണിച്ചെടുക്കുന്നു. അപ്പൊ സാർ നമുക്ക് പുറത്ത് ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ. പുറത്ത് ചെയ്ത് പാറ മുളകും പൊടി കായണ്ടി കുടുങ്ങും ചെയ്യും കേട്ടോ. മുളകും പൊടി വേണ്ടി മേത്ത് എവിടെ കാട്ടണേ. ഇവിടെ പാറ എന്താ ചെയ്യണേ. എടുക്കണം ചെയ്യാത്ത കൊടുത്ത ചോക്ലേറ്റ് ഇന്ന് കൊടുത്തില്ല. ചോക്ലേറ്റ് എടുത്താ പാറ ചോക്ലേറ്റ് എടുത്താ പാറ ചോക്ലേറ്റ് എടുക്ക.
കടിക്കാനോള് അനക്ക് എന്തെങ്കിലും വേണോ? ചോക്ലേറ്റ് വേണോ? പാരോ അവൾക്ക് മനസ്സിലായില്ലതൊന്ന്. പാരോ ഇതെന്താ ഇപ്പഴത് കണ്ട അപ്പൊ എന്തേ വിളിച്ചപ്പോ എന്തൊരു മൈൻഡ് ഉണ്ടാവാഞ്ഞത്? ചാടി ഇനി അത് കിട്ടാൻ ഞാൻ രക്ഷയില്ല. കൊടുക്കടി കുട്ടിക്ക് കൊടുക്കതേ. ആണോ ആണോ ചെമ്പല്ലിന്റെ ഫ്ലേവറാണ് എനിക്ക് അതത്ര ഇഷ്ടം. ചോക്ലേറ്റ് തന്നെയാണ് ഈ സമയമാകുമ്പോ ഡെയിലി കിട്ടണതിന് 12-1 മണിയാകുമ്പോ ഇത് കിട്ടണം. ഉറങ്ങി നീറ്റ് വരുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കും. തിന്ന് എത്ര എളുപ്പം കഴിയണം തരാം. പാറൂസേ ഇനിയൊരു വെളിയിൽ വിളിച്ചാലൊരു മൈൻഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാലാണ് രസം. കഴിഞ്ഞോ? അയക്കന് എന്തൊക്കെ കാട്ടണം. എവിടെയും കേറില്ല കിട്ടാൻ വേണ്ടിട്ട്. കഴിഞ്ഞടി അപ്പൂസ എന്തായി? അപ്പൂസ് മതിലൊക്കെ ഫുള്ള് നമുക്ക് മെഷീൻ ഇട്ടാ നമ്മളടുത്ത് ചെയ്യണ കാണിച്ചു തരാം. അപ്പൂസെ കാണിച്ചു കൊടുക്കട്ടോ മെഷീൻ കൊണ്ട് കഴിക്കണത്. നെയ്മ കൂടിക്കണം കുറച്ചു നേരം. കാണാന് ഇതൊക്കെ അരക്കിലുണ്ടല്ലേ അമ്മ? ഇനി എത്ര കാലം ഇനിയിപ്പോ നമുക്കത് മൊത്തം ഇവിടെ ഒക്കെ ക്ലീനിങ് കഴിഞ്ഞ് അടുക്കള ഉണ്ടെന്ന് ക്ലീൻ ആക്കാൻ. നമ്മളെ ഫ്ലവറോടെ പൂവ് നമ്മളെ പൂവിടെ ഇത് റെഡിയാ. ഇതൊക്കെ അടിപൊളി. ഇതൊക്കെ നമുക്ക് ഏതാണ് നമ്മളെ മെഷീൻ ഇട്ടിട്ട് അവിടെ അതുകൊണ്ട് അടിച്ചിട്ട് അടിപൊളിയുണ്ട് ഇവിടെയൊക്കെ. എന്താ ചട്ടിയുടെ എന്താ അതിലൊക്കെ എന്താ വെറുതെ നടക്കണ്? അതിനൊക്കെ എന്താ വെറുതെ നടക്കണ രണ്ടെണ്ണം? അതിലൊന്നും ഒന്നുമില്ലല്ലോ ചെടിച്ചട്ടിയില്. ആ വലുതില് അപ്പൊ നമുക്ക് എന്താ പറയാ അതിന്റെ പേര്? കടലാസം പൂ എന്താ സാധനം വെക്കണല്ലേ? ഇങ്ങനെ കിടക്കട്ടെ. നമുക്ക് ആ 3 കൊണ്ട് ആ 3 ചെടി ഉണ്ട്. വേറെ പരിപാടി ഉണ്ട്. കഴിഞ്ഞ് ഫൈനലായിട്ട് കാണിച്ചു തരാം. അപ്പൂസാക്കണ മതിലൊക്കെ കഴുകി. അപ്പൂസാന്റെ പാർട്ടുകളവിടെ ഇന്ന് രാവിലെയുള്ള പണിയാണ് മതിൽ കഴുകല്. അച്ഛന്റെ ബൈക്ക് കഴുകി ക്ലീൻ ആക്കി. കണ്ടങ്ങളത് നല്ലൊരു ഇപ്പോഴാണ് ബൈക്കിന്റെ കളർ യഥാർത്ഥ കളർ വന്നത്. ഈ ഫ്ലവർ അതിലേറെ ഇഷ്ടപ്പെട്ടു. എത്രങ്ങാനൊരു അതുമൊരു കളർ പ്രത്യേകം ആ പൊടി പിടിച്ചിട്ട് വെൽവെറ്റുമ്പോ പൊടി പിടിച്ച് എങ്ങനെ ഉണ്ടാവും അങ്ങനെയായിരുന്നു. അപ്പൊ തുടച്ചാലും അതുമ്പോ പിടിക്കും നല്ലതാണ് പോരില്ലായിരുന്നു. പക്ഷെ ആ പവർ ടൂൾ കൊണ്ട് അടിച്ചപ്പോ അത് എത്ര പെട്ടെന്നാണ് പോകുന്നത്. ക്ലീൻ ആയി കിട്ടി. അതേപോലെ ഫാനിന്റെ ഇതെല്ലാം ഓൻ അടിച്ച് കഴുകിയതാണ്. ബാക്കിയുള്ളത് ഇങ്ങനെ തുടച്ചെടുത്താൽ മതിയല്ലോ വിചാരിച്ച്. പിന്നെ ഈ ചെടീന്റെ പേര് നമുക്കറിയില്ല. അറിയണവരെ കമന്റ് ചെയ്യട്ടോ. അതേപോലെ കണ്ടില്ലേ ഇവിടെ ഉണ്ട്. ഇതിന്റെ പേരെന്താ അറിയാം? ഞങ്ങൾക്കറിയാം. പറഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ കമന്റ് ചെയ്യും. അപ്പൂസേ ഫാനിന്റെ സംഭവങ്ങളൊക്കെ തുറക്കാൻ വേണ്ടി ഒരു പെട്ടി സ്കൂറ് അയച്ചിരിക്കണ ആ സാധനം ഉണ്ടല്ലോ എന്തെങ്കിലും പറയാ. അത് ഓർഡർ ചെയ്ത് വാങ്ങിയതായിരുന്നു. ഇത് നല്ലൊരു ഉപകാരപ്പെട്ടു. ഓൻ അന്ന് വാങ്ങിയപ്പോ ഞാൻ തമാശയായിട്ട് എടുത്ത് ഇതായി. പിന്നെ അത് കിട്ടിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. നമുക്ക് വേണ്ട സ്കൂർ ഇതിന് അല്ല 100 എത്ര കൂടുതൽ 99 അല്ലേ? അത്രയൊക്കെ ഉള്ളു. പക്ഷെ ആവശ്യട്ടോ. അതെ ഇത്രയും സംഭവങ്ങൾ ഇതിൽ വെച്ചിട്ട് നമുക്കിത് ഇതുമ്മ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഫാനിന്റെ എല്ലാം അങ്ങനെ ആക്കിയതാണ്. പണിക്കാരടക്കം അവനടുത്ത് നിന്നാണ് വാങ്ങിയെടുക്കല്. കാരണം അവനടുത്ത് ഉള്ളതൊരു ഉപകാരമായി.
ഇപ്പം നമുക്ക് അത് കാണിച്ചു തരാം. ഇത് ഒട്ടിച്ചിട്ട് തന്നെ ഇത് ഒട്ടിണ്ടെങ്കിൽ കട്ടിക്കാൻ പൂവ് ഇത് അടിപൊളിയായിട്ട് വെച്ചല്ലേ. ഇത് 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 വെച്ചാ ഇത് ഇത് ബാക്കിയുടെ ഒരുമിച്ച് എവിടെ ഇല്ല. ഇത് എത്ര 800-900 ഉണ്ടല്ലോ അന്ന് കട്ടിൽ മേടിച്ചോ മേടിച്ച അടിപൊളിയില് നെയിം ബോർഡ് എവിടെ ഉറപ്പിച്ചില്ല നമ്മൾ ആണിടിക്കാൻ പറ്റുമോ? അതുണ്ട് ഡ്രില്ലുണ്ട്. അപ്പോൾ ഇവിടെ ചെറുതുണ്ട് അവിടെ കൊണ്ടുവരണം. ആ കൊണ്ടുവന്ന് വെച്ചോ. ആ ഡ്രില്ലെടുത്ത് കൊണ്ടുവന്ന് വെക്കാണ്ട് ചെയ്ത് സാധനങ്ങളൊക്കെ വെക്കണ്ട. ക്ലോക്ക് എടുത്തൊന്നും ഇവിടെ നോക്കട്ടെ കുറെ സാധനം ഫിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ കുറച്ച് കാണിച്ചു തരട്ടോ. ഓക്കെ പക്ഷെ ഞാൻ ഫസ്റ്റ് ഇത് കാണിച്ചു കൊടുക്കാം. ആൾക്കാർ നമ്മൾ കമന്റ് 2 ആൾക്കാർ പറഞ്ഞു സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ നോക്കട്ടെ. ബിരിയാണി ചെമ്പിന്റെ അടുത്ത് തന്നെയാണ് അപ്പോസ്. കഴിഞ്ഞോ നമുക്ക് എന്താ പണി? ആ ടൈൽസ് വൃത്തിയാക്കല്ലേ ഫോട്ടത്തെ. അതിന് ഡ്രില്ലില്ല അവിടെ. നമ്മളെ സ്പെഷ്യല് ഉണ്ണിത്തണ്ട് മുതിര ഉണ്ണിത്തണ്ട് ഉപ്പേരി. ഇതൊക്കെ പൊടിച്ചോട്ടെ അപ്പോസ്. മല്ലിമുളക് അരി പൊടിക്കാണ്ട് ഉണ്ണിത്തണ്ട് മുതിര ചട്ടി മേടിച്ചോട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഇതിങ്ങനെ തിന്നണതല്ല കേട്ടോ. ഉണ്ണിത്തണ്ട് ചേച്ചിയാ കോണി ഞാൻ കാട്ടി കൊടുക്കട്ടോ. ഉണ്ട് കോണി പറഞ്ഞു കൊടുക്ക്. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്ക്. അതൊക്കെ ആകെ വൃത്തിയാടൊക്കെ ക്ലീൻ ആക്കി കൊടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ രസമുള്ളത്. നമുക്ക് പറഞ്ഞില്ലേ കുറെ ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ പുതിയ ആൾക്കാർ കുറെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. 3000 പേരുള്ള നമുക്ക് കമ്പിക്ക്. പിന്നെ പണി അനിയെടുത്ത് തന്നാണ്. പിന്നെ നമ്മളെ ഈ പെയിന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വീടിന്റെ ബാക്കിയുള്ള പെയിന്റ് ഉണ്ട്. ഞാൻ ഇതില് 20,000 ഒക്കെ പറഞ്ഞ മന്ദം കൂടി ഫുഡൊക്കെ ഇങ്ങനെ വെച്ചാണ് ഒരു ഇത് മരം തന്നെയാണ്. മരത്തിന്റെ പീസ് വെച്ചാണ് ഇങ്ങനെ സ്കൂർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഈ ഫ്ലവർ ഒരു കുഞ്ഞു ഫ്ലവർ ഇങ്ങനെ വെച്ചതാണ്. കാണാനൊക്കെ അതില്ല. കുറച്ച് പൈസക്ക് തന്നെ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഒരു കോണി ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് കണ്ടിട്ട് എന്റെ ഫ്രണ്ട് ചെയ്താണ്. അതുകൊണ്ടാണ് റേറ്റ് കമ്മി. പണിക്കൂലി ആകുമ്പോ കൂടും. അതെ ഇതുപോലെ എന്റെ ഫ്രണ്ട് എന്തൊക്കെ അയച്ച് ഫോട്ടോ ഇത് കണ്ടിട്ട് ഞാൻ ഇതേപോലെ അയച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഉണ്ടാക്കി കുറെ ആൾക്കാർ 1-2 നമ്മളെ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരെ കുറെ ഉണ്ടാക്കിന്. കാരണം വല്ല ചെലവില്ല അതിന്. ഈ മുളക്കി എടുക്കുമ്പോ നമുക്ക് ഉണ്ടാക്കണം അതേപോലെ. പിന്നെ മേലേക്ക് എല്ലാവരും പറയുന്നത് അപ്പൂസിന് റൂം ഇനി ഉണ്ടാക്കണം. അപ്പൊ ഉണ്ടാക്കണം കേട്ടോ നമുക്ക്. ഇപ്പൊ ആ പാറൂസ് കയറി പോണേനാണ് ആ തകരത്തിന്റെ കഷ്ണം അവിടെ വെച്ചത്. ഇതൊക്കെ നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടിട്ടോ. ഇതാണ് നമ്മളെ ആയുധം. പണിയായുധാണത്. ഞങ്ങൾ ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ 1 മണിയായിട്ട് സത്യമായിട്ട് ഒരു ശീലമായിട്ട് അതാക്കത് അമ്മമാരുടെ റൂം കൊണ്ടാക്കണം. നമുക്ക് മുറ്റം ക്ലീൻ ആക്കാൻ എന്താണ് കടപ്പാണി. വാ പുറത്തേക്ക് ചോദിക്കാത്. പുറത്തൊന്നുമില്ല. ഇങ്ങോട്ട് പോര് കുട്ടി. ഇങ്ങോട്ട് പോര്. പാറസിനെ കണ്ടോളി. എല്ലാരും കണ്ടോളി. പാറസിനെ കണ്ടോളി. ഈ ചളിയിൽ ഈ പാറുന്നത് എന്റെ കടക്കെ പോയി കിടക്കാടെ. ഇത് കൂട്ടനെ കാണിച്ചു തരാം. ഞാൻ നിക്കണം അപ്പുറത്ത്. കാൽമയ്ക്ക് അടിക്കും. എങ്ങോട്ടും നോക്കാതെ പണിയെടുത്ത അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങോട്ട് നീക്ക്. ഞാൻ ഇത് പിടിക്കാം. നീ തരാം. ഞാൻ പിടിച്ച അമ്മയ്ക്ക് ഒറ്റയ്ക്കായില്ല. കൈയിടും. ഇപ്പുറത്തോടി ഇന്നെ കൈ എടുക്കണം. അത് ഇത്രേ ഉള്ളൂ കേട്ടോ.
ആണെങ്കിൽ വിട്ടി മൊത്തത്തിൽ തള്ളണം. ഇത് 2-3 പീസാണ്. പക്ഷെ അത് കുറച്ചുകൂടി ഇങ്ങോട്ടാക്കണം. അത്രയ്ക്ക് അങ്ങോട്ട് നീക്കണ്ടേ? ഫിറ്റ് ചെയ്ത ദിവസം കഴിയില്ല. പോട്ടെ അത്ര വേണ്ട, അത്ര ഉണ്ടാക്കി ബെഡ് അത്ര വേണ്ട, കുറച്ചുകൂടി ഇങ്ങോട്ടാക്ക, കുറച്ചുകൂടി ഇങ്ങോട്ടാക്കണത്. ഇതിങ്ങനെ അപ്പൊ കാല് നല്ല വേദന ഉണ്ടാവും. എന്റെ അടിയിൽ കുറെ സാധനം വെക്കട്ടോ. വണ്ടി വേക്കെടുക്ക കൂട്ടലാട്ടത് അവിടെ വന്നു. ഇനി ഒന്നും കൂടി അത് ഇങ്ങനെ വെച്ചായിട്ട് നമുക്ക് സാധനമൊക്കെ ചെറിയൊരു പെട്ടി സാധനം അത് അങ്ങോട്ട് കൊണ്ടേക്കാം, റൂമിന്റെ ഉള്ളിൽ കൊണ്ടേക്കാം. ഫുള്ള് പണിയാട്ടൊരു പുതിയ വീട്ടിലെന്തൊക്കെ പുതിയ വീട് കൂട്ടിരിക്കുമ്പോ എങ്ങനെ അങ്ങനത്തെ പണിയെടുക്കാണ്. ഇത് വേണ്ടതിന്റെ ഇടയിൽ കൂടെ അതിലെ പോലെ അതിന്റെ അടി തട്ടിയില്ല. തട്ടിയോ? നീ കുറച്ചുകൂടി അങ്ങനെ നീങ്ങ. അത് ഇങ്ങനെ വില ഇങ്ങനെ കിടക്കാണ്. അതിൻ്റെ ഉള്ള അപ്പുറത്തോട് വന്നോ? എടി ഇവിടെ വാടി ഇവിടെ എങ്ങോട്ടാണ് എങ്ങോട്ടേക്ക് കയറണേ? എവിടേക്ക് കയറണോട്ടി? ആരാ പണി കഴിഞ്ഞ് ഇങ്ങോട്ട് പോരെ. ആ വണ്ടി കളിക്കുന്നതിന്റെ കൂടെ നമ്മളീ ബെഡ്ഷീറ്റ് കുറെ ആൾക്കാർ വാങ്ങിട്ടോ. 3D ഇവിടെ ഒന്നവിടെ എടുക്കലില്ല. അടിപൊളിട്ട ക്ലീനായി. ചുമരൊക്കെ എന്താ പോകും. മില്ലിക്ക് വാങ്ങി എല്ലാരും ഉണ്ട്, പ്രശ്നമല്ല. മുടിയൊക്കെ അടിപൊളിയുണ്ടല്ലോ പൂസ. ഇനി കേട്ടാ പോണത് ഫോട്ടോ എവിടെ? ആ മിസ്സിയും കൂടുന്നുണ്ട്. മിസ്സി നമുക്ക് അടുത്ത മേടിച്ചോണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്ത് പോണേ? മല്ലി മുളക് പൊടിക്കാൻ പോവുക, എന്നിട്ടാണ് ക്ലീൻ ആക്കണേ. ഇതേ ഒക്കെ പൊടിക്കാൻ പോകണം. ബിരിയാണി കഴിഞ്ഞു. ചിക്കന്റെ കഷ്ണം ചോറിട്ട് പോയതാ. അപ്പൊ ഞങ്ങക്ക് ചെറിയ ബ്രേക്കാണ്. ചോറിന് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. എവിടെ പോണേ? എന്തൊക്കെ ഉണ്ട് പൊടിക്കാന്? അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ. എന്താണോ കൊറേ നേരം എന്തുകൊണ്ടോ അന്നാ തൂക്കി പിടിച്ചോട്ടെ. കണ്ടോ എന്തുണ്ടല്ലോ ഒരാളെയും പിടിക്കാനെങ്കിലും എല്ലാം ഒന്ന് സ്വയം ചെയ്യണം. മുളക് ചാടണം. എന്തൊക്കെ ഉണ്ടപ്പോ? അരി, ഗോതമ്പ്, മല്ലി, മുളക്. ഇപ്പൊ മില്ല നമ്മളെ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ. മല്ലി പൊടിച്ചത്. മല്ലി പൊടിച്ചല്ലേ? മുളക് പൊടിച്ച ഒറ്റക്ക് ചെയ്യണേ. അതാ എവിടെ തൂക്കും ക്ലോക്ക്? എവിടെ തൂക്കും? അതിന്റെ ഇക്കല്ല ഷിജിനോട് ചെയ്യേ. അവിടെ തൂക്കി പിടിക്കേ എപ്പോഴേ കാണേ. എന്തൊരു തുലാസം ഉണ്ടല്ലേ പണ്ട്. ഇത് കടകളിലൊക്കെ തൂക്കണല്ലേ. ഷിജിയ അടുക്കളയിൽ തൂക്ക വരെ നോക്ക നമുക്ക്. അതിന് അടുക്കള ഇതായിട്ടുണ്ടേ. അടുക്കളയുടെ സ്പേസ് ഉണ്ടോക്കെ ക്ലോക്ക് പൊട്ടൊന്നും. ഇനി ഒരു ക്ലാമ്പ്, അതിന് ക്ലാമ്പ് ഉണ്ട്. നമുക്ക് എവിടെ തൂക്കും നോക്കാം. 10 ഷിജിയ എവിടെ തൂക്കും? എവിടെ തൂക്കും? ഇവിടെ തൂക്കുക. എവിടെ തൂക്കും? എവിടെ തൂക്കും? അപ്പോൾ പെയിന്റൊക്കെ റെഡി ആട്ടോ. നമുക്ക് പെയിന്റൊക്കെ നാളെ അടിക്കാൻ വരും. പെയിന്റ് അടിച്ചാൽ അവസാനം ലുക്ക് കാണിച്ചു തരാം. ഇതും എന്താ പെയിന്റ് അടിക്കുക?
അതിമഞ്ച് ചിത്രം വരച്ചോ. എനിക്കൊരു പെയിന്റ് തന്നാൽ മതി. അപ്പൊ നാളെ അടിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി പണ്ട് നമ്മളെ ഇതാകെ വൃത്തിയേടായി ഇവിടെ. നമ്മളീ ടൈല് ഇവിടെ ആകെ ചളി പോലെ. ചളി ഏതാന്ന് അറിയണില്ല. ഞാൻ ക്ലീൻ ആക്കാൻ നോക്കിയാലോ നമുക്ക്. അട്ടയിലൂടെ നമ്മള് പവർ ടൂൾ വെച്ചിട്ട് ഈ ടൈൽസ് മൊത്തേ അതിന് അത്രയും ശക്തിയിൽ വന്നാലേ ടൈൽസിന്റെ പോകുള്ളൂ. പാറ കൂടണുള്ളൂ. അത് ഫസ്റ്റ് എയർ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ശരിയാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ. നമ്മളെ പണിയൊന്നും തീർന്നില്ല കേട്ടോ. ഇതൊന്ന് ക്ലീൻ ആക്കണം. ഇനി ചെടി ഇട്ടിയത് കണ്ടോ, നമ്മളെ താത്ത ഇപ്പഴത്തെ താത്ത ചെടീന്റെ ഒന്നായിട്ട് തന്നതാണ്. ഇവിടെ ഉള്ളത് ഇവിടെ അടിപൊളിയുണ്ട്. മാറ് ഇതിലൊക്കെ നമുക്ക് രണ്ട് ഈ ഗ്യാപ്പില് അയച്ച് വെക്കണം, കുപ്പിയിൽ വെക്കണം. എന്താണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കാട്ടില്. ഭയങ്കര ഇഷ്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പണിയൊക്കെ. അരി പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊറേ സമയമുണ്ട്. അപ്പൊ നേരെ പിടി നേരെ പിടി. അതെ കുടുംബശ്രീക്ക് ആയിട്ടാണ് കേട്ടോ. ഇപ്പൊ നാകെ ക്ഷീണിച്ചില്ല. എല്ലാവരും പണിയിട്ട് മൊത്തത്തിൽ ക്ഷീണം. അതിമയ്ക്കൊന്നാവില്ല. ഇപ്പൊ നാളെ കാണട്ടെ. നമ്മള് ഭയങ്കര കുറച്ച് തിരക്കിലായി അല്ലേ. ക്ലീൻ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.